ഹായ്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് വീഡിയോ അല്ല, കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ സ്റ്റിച്ചിങ് ചാനൽ എന്താ കുക്കിംഗ് വീഡിയോ എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കാട ഫ്രൈ, എണ്ണയിൽ തീരെ മസാല പോവാതെ സോഫ്റ്റായിട്ട് എങ്ങനെ കാട ഫ്രൈ ചെയ്യാം, പിന്നെ നമ്മുടെ നെയ്ച്ചോറ് നല്ല ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഞാനൊരു സ്പെഷ്യലിസ്റ്റാണ്, സ്വയം പുകയത്തുന്നതല്ല. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ആക്കാമെന്ന് കരുതി കേട്ടോ വന്ന്. അപ്പം നമ്മൾ കാട 6 ചെറിയ കാടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലോട്ട് നമ്മൾ തൈര് ഒഴിച്ച് 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അതിനുശേഷം അതിലോട്ടുള്ള മസാലയാണ് കേട്ടോ ഇത്. മുളക്, വെളുത്തുള്ളി, നമ്മുടെ മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, ഇതൊക്കെ നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ നമ്മുടെ കാട 10 മിനിറ്റ്സ് നമ്മൾ തൈരിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതിലോട്ട് ഈ ഒരു മസാലയും പിന്നെ കുറച്ച് പൊടികൾ. അപ്പോൾ പൊടികൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് നിങ്ങളിടാം. ഞാൻ പറഞ്ഞില്ലേ ചെറിയ 6 കാടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു അളവാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ടീസ്പൂൺ അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് നിങ്ങൾ എത്ര വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഇടുക കേട്ടോ. അപ്പോൾ മസാലാസ് ഇട്ടു. പിന്നെ നമ്മൾ ഇതിലോട്ട് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് എന്താണെന്നറിയോ? ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാല ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊരു സെപ്പറേറ്റ് ഒരു സ്മെല്ലാണ്. നമുക്ക് ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നും. പിന്നെ ചെറിയ ജീരകമാണ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. വലിയ ജീരകം ഇടുന്നുണ്ട്, ചെറിയ ജീരകം ഇടുന്നുണ്ട്. പക്ഷേ ചെറിയ ജീരകം സ്മെല്ലിന് മാത്രം മതി. അത് വേറരുത്. ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അത് കുത്തുന്ന ഒരു ഇത് വരും. അപ്പോൾ നമുക്ക് കഴിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ ഈ ഇട്ടത് കളർ പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ വീഡിയോ അല്ലേ കുറച്ച് കളർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇട്ടത്. അല്ലെങ്കിൽ നിങ്ങൾ കാശ്മീരി ഇടുക. കാശ്മീരി അതിനനുസരിച്ചിട്ട് മുളക് പൊടി കുറച്ചിട്ട് വേണം കാശ്മീരി ഇടാൻ കേട്ടോ. അപ്പോൾ അത് അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഗീ റൈസ് നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതുകൂടെ ഞാൻ ഇതിൽ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതിനെക്കാട്ടിലും രണ്ടും ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്യാച്ച് ചെയ്യാൻ ഈസിയാവും. മറ്റേ സെപ്പറേറ്റ് വീഡിയോ ആയാൽ നിങ്ങൾക്ക് അവിടെ പോയി കാണണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ സവാള വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ സവാള ഈ ഒരു പരുവാകുമ്പോഴേക്കന്നെ നിങ്ങൾ കോരിയെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്രിസ്പി ആയിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് കോരി വെച്ച് ഒന്ന് തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് അത്യാവശ്യം തണുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. പിന്നെ നമ്മുടെ കശുവണ്ടി നമ്മൾ മുരിച്ചെടുക്കുന്നുണ്ട്. കശുവണ്ടി മാത്രമല്ല, കശുവണ്ടി ഒന്നായതിന് ശേഷം നമ്മൾ കുറച്ച് ഉണക്കമുന്തിരി, കിസ്മിസ് കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. തീയെ ഞാൻ കൂട്ടി വെച്ചിരുന്നു വീഡിയോ എടുക്കുന്ന കൗതുകത്തിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിടുമ്പോൾ തീരെ തീ പാടില്ല. സ്ലോ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആ സെയിം എണ്ണയിൽ ആണ് കേട്ടോ നമ്മുടെ ചിക്കന് ഞാൻ ഫ്രൈ ആക്കണേ. എണ്ണ ലാഭിക്കണ്ടേ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ. സവാള അതിലാണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ എല്ലാവരും ചോദിക്കും വെളിച്ചെണ്ണയിൽ നെയ്ച്ചോറ്. അപ്പോൾ അത് കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ആ എണ്ണ യൂസ് ആക്കുന്നില്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊരു ബിരിയാണിയിലാണെങ്കിലും നെയ്ച്ചോറിലാണെങ്കിലും വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ ഈ ഒരു കാട നമ്മൾ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇടുമ്പോൾ നല്ല ഫ്ലൈയിലിടണം. പക്ഷേ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് സ്മോളിലാക്കണം. എന്നിട്ട് പിന്നെ ഇത് ഇളക്കേ ചെയ്യരുത്. ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മസാല ഫുൾ എണ്ണയിൽ പോകും. അപ്പോൾ ഇളക്കരുത്. പിന്നെ ഒരു 5 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അത്രയേ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മളിതിലോട്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇതിൻ്റെ ഒരു സ്മെല്ല്, ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഈ ഒരു പാർട്ടിൽ, ഈ ഒരു ഇതിലാണ് കിടക്കുന്നത്. കാരണം ഇതുപോലെയുള്ള ഉള്ളി, സവാള നമ്മൾ ഇതുപോലെ അരിഞ്ഞിടുക. കുറച്ച് കട്ടിയിൽ തിക്നെസ്സിൽ അരിഞ്ഞിട്ട് വേണം കേട്ടോ ഇടാൻ. പിന്നെ ഒരു 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ചതക്കണം എന്നില്ല, പക്ഷെ ചതച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ കറക്റ്റ് ഇതിലോട്ട് ഇറങ്ങും. അപ്പോൾ ചതക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ജസ്റ്റ് ഒന്നങ്ങോട്ട് പൊട്ടിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ്
സ്ലോവിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ്. ഉള്ളി വേവും ചെയ്യരുത്, എന്നാൽ ഒന്ന് ഒരു അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് പോവും വേണം, ആ ഒരു രീതിയിൽ എടുക്കാം. എനിക്കിപ്പോൾ പറയുമ്പോഴേ കാണുമ്പോഴൊക്കെ എനിക്കിങ്ങനെ വായിൽ വെള്ളം വരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത്രയും സ്മെല്ലാണ് ഇതിന്. ആ സ്മെല്ല് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കൊതി വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഇതുകൂടെ നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കണില്ല, എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഉള്ളിയൊക്കെ വറുത്ത് വെച്ച്, ഉള്ളി ഞാൻ ആദ്യം വറുത്ത് വെച്ചത് അത് തണുത്ത് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ആദ്യം വറുത്തത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് നെയ്ച്ചോറ് വെക്കാം. അപ്പം ഞാൻ ചിക്കൻ കറി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ തിളച്ച വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമ്മൾ 1 കിലോന് അരി ആവുമ്പോൾ 1 കിലോന് ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ 1 നാഴി അരിയാണ് എടുക്കണമെങ്കിൽ 2 നാഴി വെള്ളം, 1 ഗ്ലാസ് വെള്ളമാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, ആ ഒരു രീതിയിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. പക്ഷേ ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ 1 ഗ്ലാസ് വെള്ളം നമ്മൾ മാറ്റിയിട്ട് ആ 1 ഗ്ലാസ് വെള്ളത്തിന് പകരം 1 ഗ്ലാസ് പാല് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളായിരിക്കുന്നുണ്ടോ നെയ്ച്ചോറിലുള്ള പാലോ? അപ്പം പാലൊഴിക്കണേന് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലൊഴിച്ച് കഴിഞ്ഞാൽ ഈ നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെയാണ്. നമുക്ക് ആ നെയ്ച്ചോറിൻ്റെ സ്മെല്ലിങ്ങനെ നമ്മുടെ മൂക്കിലോട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ നമുക്കത് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഇതാണത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, പാലൊഴിച്ചിട്ടുള്ള ഗീ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ചോറും നല്ല ഒരു സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് നല്ലൊരു സ്മെല്ലുള്ളൊരു നമ്മൾ ആ ടേബിൾ മേക്ക് വെക്കുമ്പോൾ തന്നെ ചുറ്റിയിരിക്കുന്ന ആൾക്കാർക്ക് ഇത് മൂക്കിലോട്ട് ആ സ്മെല്ല് വരുമ്പോഴേക്കും എല്ലാവർക്കും നല്ലൊരു എന്താ പറയാൻ എനിക്കറിയില്ല. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മിൽമേൻ്റെ നെയ്യാണ് യൂസ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് 6 kg യൂസ് ആക്കാവുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. 6 kg ഉള്ളവർക്ക് 6 kg യൂസ് ആക്കാം. പക്ഷെ മിൽമയാകുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് ബിരിയാണിക്ക്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മിൽമ ചിലവർക്ക് പറ്റൂല, അപ്പോൾ അങ്ങനത്തെവർക്ക് 6 kg യൂസ് ആക്കാം കേട്ടോ. വേറെയുള്ള നെയ്യൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മിൽമയും 6 kg ആണ് ഒന്നുകൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു 1 kg അരിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതിലോട്ട് നല്ലതായിട്ട് കഴുകി വെള്ളം കളഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അരി പോലും നമ്മൾ വേസ്റ്റ് ആക്കാതെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരി ഇട്ട ഉടനെ ഇളക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട കുത്തിപ്പോയി കഴിഞ്ഞാൽ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിലോട്ട് നാരങ്ങയൊക്കെ പിഴിയുന്ന കണ്ടിട്ടുണ്ട്. നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ പോവും. അപ്പോൾ നാരങ്ങയൊന്നും പിഴിയാതെ തന്നെ നമുക്കിത് കട്ട കുത്താതെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം തിളക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതാണ് ആ ഒരു മാർഗം. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കട്ട കുത്തൂല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ട് നിങ്ങളിത് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഗരം മസാല ഇടുന്നില്ലെന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഞാനിത് ഗരം മസാല ചെയ്യാറെന്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ ഗരം മസാലയും കുറച്ച് റോസ് വാട്ടർ കൂടെ നമ്മൾ ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ റോസ് വാട്ടർ ഞാൻ മറന്നിട്ടുണ്ട്. റോസ് വാട്ടറും ഗരം മസാലയും കൂടെ ഇതിൽ യോജിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്, അത് ഞാൻ അതിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ ഇതുണ്ടല്ലേ, ഈ ഒരു പുക വിസിൽ വരരുത്. വിസിൽ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ആ ഒരു പുക വരുമ്പോൾ തന്നെ നമ്മൾ അത് പുക എന്ന് മീൻസ് നമ്മുടെ ആ ഒരു വിസിലിൻ്റെ ഉള്ളിൽ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ ആ പുക വരുമ്പോഴേക്കും ഇത് ഓഫാക്കണം കേട്ടോ. ഓഫാക്കി കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ മൂടിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ ചെയ്യണേ. ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത്. അത് ഇട്ട് തന്നെ നമുക്ക് ഇളക്കാൻ കഴിയില്ല. 5 ലിറ്ററിൻ്റെ ചെറിയൊരു കുക്കറാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ നമ്മൾ റോസ് വാട്ടറാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റൊക്കെ കിട്ടുന്ന ആ ഒരു സ്മെല്ല് കിട്ടണമെങ്കിൽ കുറച്ച് 1 സ്പൂൺ കേട്ടോ, 1 ടീസ്പൂൺ, 1 ടീസ്പൂണല്ല 1 സ്പൂണ് റോസ് വാട്ടറും കുറച്ച് ഗരം മസാല കൂടെ നമ്മുടെ ഈ ഉള്ളിയില്ലേ, ഈ വറുത്ത് വെച്ച
സവാളയിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഉള്ളിയാണ് നമ്മൾ ഈ ഒരു ചോറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എത്രയാണെന്നുള്ളത്. ഇത് അത്യാവശ്യം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ്, ഇതിൻ്റെ ഒരു സ്മെല്ല് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഗീ റൈസ് കേട്ടോ. ഞാനതിൻ്റെ ഒരു എൻ്റെ ഫേവറേറ്റാണ് ഈ ഒരു ഗീ റൈസ് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യണം, അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു ചെറിയ പാത്രത്തിലോട്ട് ജസ്റ്റ് ഒന്ന് സെർവ് ആക്കാൻ കേട്ടോ. ഞാൻ വലിയൊരു ഇതിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നൊന്ന് നല്ല വൃത്തിക്കൊന്ന് എടുത്തിട്ടു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.